എന്തു നല്ലോർ സഖീശു പാപദുഃഖം വഹിക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരം ഏറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 2-ാമത് വാക്യം. ഇന്നും എൻ്റെ സങ്കടം കൊടിയതാകുന്നു എന്ന് ആ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തനായ ഇയ്യോബ് താൻ അനുഭവിക്കുന്നതായ വേദനകളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് വ്യക്തതയോടുകൂടി പറയുകയാണ്, ഇന്നും എൻ്റെ സങ്കടത്തിന് ഒരറുതിയില്ല, ഒരു ഉത്തരമില്ല, ഒരു പരിഹാരമില്ല. കൊടിയ വേദനകളിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിച്ചു നോക്കുമ്പോൾ പഴയ നിയമ ചരിത്രത്തിൽ ഇയ്യോബിനെ പോലെ കഷ്ടതയുടെ നടുവിലൂടെ നടന്നു നീങ്ങിയ മറ്റൊരു മനുഷ്യനെ കാണുവാൻ കഴിയുന്നില്ല. ഇയ്യോബിനെ പോലെ നഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിക്കേണ്ടി വന്ന മറ്റൊരു മനുഷ്യനെയും കാണുവാനായിട്ട് കഴിയുന്നില്ല. പുതിയ നിയമ ചിന്തയിലേക്ക് കടന്നു വന്നാലും വിശുദ്ധ പൗലോസിനെ പോലെ സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും ഭാരങ്ങളുടെയും നടുവിലൂടെ കടന്നുപോയ മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതായ കഷ്ടതകളുടെ നടുവിലും ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ താൻ ഓർപ്പിക്കുന്നത് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ്. പൗലോസിന് എങ്ങനെയാണ് സന്തോഷിപ്പാനായിട്ട് കഴിയുന്നത്? അതിനുള്ള ഏത് സാഹചര്യങ്ങളാണ് തൻ്റെ മുൻപിലുള്ളത്? കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത് തുടങ്ങി നഗ്നത, പട്ടിണി, പരിഹാസം, അപമാനങ്ങൾ, തടവുകൾ എന്നുവേണ്ട ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ സങ്കടങ്ങളൊക്കെ നൊടി നേരത്തേക്കേ ഉള്ളൂ. അത് ലഘുവായ സങ്കടമാണ്. ആ ലഘുവായ സങ്കടങ്ങളിലൂടെ നാം കടന്നാൽ അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യ കനത്തിലേക്ക് നാം എത്തുമെന്ന് വളരെ വ്യക്തമായ തലത്തിൽ പൗലോസ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ തലത്തിൽ തന്നെ ഇയ്യോബിൻ്റെയും ജീവിതത്തിൽ നാം നോക്കിയാൽ എവിടേക്ക് നോക്കിയാലും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ആ സങ്കടത്തെ കവിയുന്ന ഒരാത്മസാന്നിധ്യം ഇയ്യോബ് അനുഭവിച്ചിരുന്നു എന്നും അതിൽ നിന്ന് ഒരു ഉത്തരം ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാനിടയായിത്തീർന്നു എന്നും രേഖപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ഇയ്യോബും പുതിയ നിയമത്തിൽ പൗലോസും ഏറ്റവും വലിയ സങ്കടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അവരിരുവരും നിത്യസന്തോഷത്തിലേക്ക് പ്രവേശിച്ചു എന്ന് നാം കാണുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിരവധിയാകുന്ന കഷ്ടതകളുടെയും സങ്കടങ്ങളുടെയും നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു എങ്കിലും
അത്യന്തം അനവധി തേജസ്സിൻ്റെ നിത്യഘനത്തിലേക്കും ആനന്ദപൂർണമായ ഒരു നിത്യതയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇഹത്തിലെ താൽക്കാലികമായ സങ്കടങ്ങളുടെ മുമ്പിൽ നാം തകർന്നു പോകുകയല്ല, പ്രത്യാശയെ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കഷ്ടങ്ങളും സങ്കടങ്ങളും നഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങ് ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന നിത്യ തേജസ്സിനെ ഓർത്ത് ഈ സങ്കടങ്ങൾ ഏതുമില്ലെന്നെണ്ണി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.